ബീഫ് റോസ്റ്റ്. അങ്ങനെ മാട്ടിറച്ചി റോസ്റ്റ് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്പൈസി ബീഫ് റോസ്റ്റ് ചേരുവകൾ: ബീഫിൻ്റെ കഷ്ണങ്ങൾ 1/2 കിലോ, ഉലുവ 1/2 ടീസ്പൂൺ, കൊച്ചുള്ളി 250 ഗ്രാം, കഷ്ണങ്ങളൊന്നും ആക്കേണ്ട, മുഴുവനെ തന്നെ ഉപയോഗിക്കാം. വെളുത്തുള്ളി 8 വലിയ അല്ലി നീളത്തിലുള്ള കട്ടിയുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. ഇഞ്ചി 1.5 ടേബിൾ സ്പൂൺ, ഒരു ജൂലിയൻ സ്റ്റൈലിൽ നീളത്തിന് കുറച്ച് കട്ടിയിൽ തന്നെ അരിഞ്ഞെടുത്തത്. ചില്ലി ഫ്ലേക്സ് 1.5 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ആകാം. ബിരിയാണി മുളകിൻ്റെ പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് തയ്യാറാക്കാൻ പോകും. അപ്പോൾ ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കാൻ അടുപ്പ് കത്തിച്ച് കൊടുത്തു. ആദ്യത്തെ കാര്യം, വളരെ കുറച്ച് ചേരുവകളേ ഉള്ളൂ. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ചെയ്താൽ അത് ഏറ്റവും ഗെയിമായിരിക്കും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പം ഞാൻ 1.5 ടേബിൾ സ്പൂണാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 3 കാര്യങ്ങൾ: ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളിയിലാണ് ഇതിൻ്റെ സ്വാദിരിക്കുന്നത്. ഇതിൽ കൂടുതലും കൊച്ചുള്ളി ഉപയോഗിക്കാം. ഏകദേശം ഒരു 250 ഗ്രാമോളം കൊച്ചുള്ളി ഉണ്ട്. കുറച്ച് കൂടിയാലും കുഴപ്പം, 300 വരെ ആകാം. പിന്നെ ഒരു 1/2 കിലോ ബീഫിലാണ് ചെയ്യുന്നത്, കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ. പിന്നെ ഇഞ്ചി അരിഞ്ഞത് നീളത്തിലുള്ള പീസസ് ആയിട്ട് അരിയുക. അങ്ങനെ അരിഞ്ഞത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ എടുക്കുന്നു. വെളുത്തുള്ളി കുറച്ചുകൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഒരു 7-8 വെളുത്തുള്ളി, കുറച്ച് വലുതായിരുന്നു, അതിനെ 2-3 ആയിട്ട് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇതാണ് കണക്ക്. ഇനി എണ്ണ ചൂടായി തുടങ്ങി. ഇനി ഇതിലേക്ക് ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി, ഞാൻ പറഞ്ഞല്ലോ വലിയ പീസസ് ആയിട്ട്. അപ്പോൾ ഇനി ചെറിയ ടൈപ്പ് വെളുത്തുള്ളി ആണെങ്കിൽ അത് മുഴുവനെ തന്നെ ഇടാം. ഓക്കെ, അത് ഏകദേശം ഒരു 10-12 എണ്ണം ഇടാം. ഇതിപ്പോൾ വലുതായതുകൊണ്ട് 2-3 ആയിട്ട് മുറിച്ചു. അപ്പോൾ ഏകദേശം ഒരു 12 എണ്ണത്തിൻ്റെ അത്രയും എണ്ണത്തിൽ വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം ഇട്ട് കഴിഞ്ഞു. ഈ 2 കാര്യങ്ങളാണ് ഫസ്റ്റ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങുമ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ ഉലുവ, മുഴുവൻ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ഇതിൻ്റെ കൂടെ കിടന്നിട്ട് മൂക്കട്ടെ. ആഹാ, നല്ല മണം വന്നു തുടങ്ങി. ഉലുവ ഇടുന്നതിന് മുമ്പേ മണം. നല്ല ചൂടായി കിടക്കുന്ന എണ്ണ ആയതുകൊണ്ട് ഇപ്പോഴേ തന്നെ ഉലുവ പൊട്ടി തുടങ്ങി. മൂക്കും ഇതിൻ്റെ കൂട്ടത്തിൽ കിടന്ന് മൂത്തോളും. ഇനിയാണ് കൊച്ചുള്ളിയുടെ രംഗപ്രവേശനം. ഒരു 250 ഗ്രാം, മുറിക്കുന്നൊന്നുമില്ല, അത് അങ്ങനെ തന്നെ ഇടുകയാണ് ഫുള്ളായിട്ട്. ഇതിനോടൊപ്പം ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. യെസ്, എല്ലാം നാടൻ വിഭവങ്ങൾ തന്നെയാണ്. എല്ലാം ഒന്ന് വാടണം. ഒരുപാട് മൊരിയേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. എല്ലാ കാര്യങ്ങളും വലിയ വലിയ പീസസായിട്ട് ഇടുന്നതിൻ്റെ കാര്യം പെട്ടെന്ന് മൂത്ത് പോകാണ്ടിരിക്കാനാണ്. അപ്പോൾ ഇഞ്ചി ആണെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലും കൊച്ചുള്ളി ആണെങ്കിലും എല്ലാം കറക്റ്റായിട്ടൊന്ന് വാടി സെറ്റായി വരുള്ളൂ. ഒരുപാട് ബ്രൗൺ അങ്ങനെ ആകുന്ന പ്ലാനിങ് ഇല്ല നമുക്ക്. ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞു. ആഹാ, മണമൊക്കെ വന്നു തുടങ്ങി. ആ ഉലുവയുടെ മണമാണ് ഇങ്ങനെ കയറി വരുന്നത്. കുറച്ച് ഉലുവ മണം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. അപ്പോൾ കാണാൻ കുറച്ചുകൂടി സുന്ദരിയായി. ഓക്കെ, ഒരു യെല്ലോ കളർ വരുമ്പോൾ അതിനൊരു മാറ്റം. ഇനി ഒരു കാര്യം ചേർക്കാൻ പോണു. പച്ചൽ മുളകിൻ്റെ തരി, ദാറ്റ് ഇസ് ക്രഷ്ഡ് ചില്ലീസ്. അത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച്, അതായത് 6 ടീസ്പൂൺ. അങ്ങനെ തീ അല്പം ഒന്ന് കുറയ്ക്കാം. റെഡ് ചില്ലി ഫ്ലേക്സാണ്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന്, ഇതിപ്പോൾ ചൂടായി കിടക്കുകയാണ്, പെട്ടെന്ന് തന്നെ ആകും. അതിൻ്റെ ആ ഒരു പച്ച ചുവന്ന് മാറും. ഇനി ഇതിലേക്ക് ബീഫിൻ്റെ കഷ്ണങ്ങൾ. ഇനി ഇതും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് അത്യാവശ്യം സ്പൈസി ആയിരിക്കും. നിങ്ങൾക്ക് ഇത്രയും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളകിൻ്റെ തരി ചേർത്താലും മതി. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ്. പാകം എന്ന് ഞാൻ പറയാൻ കാര്യം എന്താ വെച്ചാൽ ഇത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനാണ്. ഞാനൊരു കണക്കത് പറയാൻ പാടില്ല. അതായത് ഉപ്പ് കൂടുതൽ വേണമെന്നുള്ളവരുണ്ട്, കുറച്ച് വേണമെന്നുള്ളവരുണ്ട്, പിന്നെ ഒരു മോഡറേറ്റ് ആയിട്ട് മീഡിയം അങ്ങനെ പോകും. ഇഷ്ടത്തിന് ചേർക്കുക. പ്രധാന കാര്യങ്ങളെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് നമ്മളൊരു കുക്കറിലേക്ക് മാറ്റുന്നു. എന്നിട്ട് വേകാനായിട്ട് സമയം കൊടുക്കുക. കുക്കറിലേക്ക് മാറ്റും.
അപ്പോൾ കുക്കറിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എന്താണ് ചെയ്യുന്നത്? പാത്രം അടച്ചിട്ട് ഇത് വേവിക്കണം. അപ്പോൾ ബീഫാണ് കുറച്ച് കൂടുതൽ വേഗം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് അപ്പോൾ ഫസ്റ്റ് വിസിൽ കഴിഞ്ഞിട്ട് തീ അല്പം ഒന്ന് കുറയ്ക്കുക. ചെറിയ വിസിൽ, ഒരു മീഡിയം ഫ്ലെയിമിൽ, പിന്നെ ഒരു 3-4 വിസിൽ. അപ്പോൾ കറക്റ്റ് വെന്ത് പാകത്ത് ഇച്ചിരി ചാറും കാണും. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അതുവരെ വെയിറ്റ് ചെയ്യാം. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. അപ്പോൾ നമ്മുടെ ബീഫ് വെന്ത് കഴിഞ്ഞു. അപ്പോൾ അത് കുക്കറിൽ അടപ്പ് തുറന്ന് നോക്കി ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ ഈ പാത്രത്തിലേക്ക് മാറ്റാം. ഒരല്പം ചാറോട് കൂടിയാണ് റെഡിയായി വന്നിരിക്കുന്നത്. അതെ, നോക്കിക്കോളൂ. കുറച്ച് ഗ്രേവിയോടുകൂടി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അടുപ്പും കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അല്പം ഒന്ന് വറ്റണം. അത് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കും. ആവശ്യാനുസരണം നോക്കിയിട്ട് ചെയ്താൽ മതി. പിന്നെ ഗരം മസാലയുടെ ഐറ്റംസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ ഒരു സെപ്പറേറ്റ് ടേസ്റ്റാണ്. ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ, ഏതാണ്ട് വറ്റുന്ന പോലെ. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കാം. പിരിയൻ മുളകിൻ്റെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു 1/2 ടീസ്പൂൺ ചേർക്കാം. ഓൾറെഡി നല്ല എരിവുണ്ട്, അതുകൊണ്ട് ഒരുപാട് വേണ്ട. ചെറിയൊരു കളർ. ഇത് അത്യാവശ്യം നല്ല സ്പൈസിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും സ്പൈസി ആക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മുളകിൻ്റെ തരി, അതായത് ക്രഷ്ഡ് ചില്ലി ചേർക്കുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. പക്ഷേ ഈ മുളക് പൊടി 1/2 ടീസ്പൂൺ ചേർക്കുന്നത് നല്ലതായിരിക്കും, ആ ഒരു കളറിന് വേണ്ടിയിട്ട്. അത് കാശ്മീരി ചില്ലി തന്നെ ചേർത്താൽ മതി, പൗഡർ. ഇനി ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില എക്സ്ട്രാ ചേർക്കാം. കുറച്ചുകൂടി ഒന്ന് വറ്റി ഒന്ന് റോസ്റ്റ് പാകത്തിലാകണം. ചാറൊക്കെ വറ്റി റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതേ നോക്കിയേ. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം. നേരത്തെ ഒരു 1.5 ടേബിൾ സ്പൂണാണ് ഒഴിച്ചത്. പിന്നെ ഈ ബീഫിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഫാറ്റ് ഉണ്ടാവുമല്ലോ. ഇതങ്ങനെ ഒരുപാട് ഫാറ്റുള്ള ബീഫല്ലായിരുന്നു. കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഒരു സ്പെഷ്യൽ മണവും രുചിയുമാണ്. ആഹാ, അങ്ങനെ റോസ്റ്റ് ഈസ് ഗെറ്റിംഗ് റെഡി. ഇപ്പം തന്നെയാകും. പിന്നെ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നല്ലതായിട്ട് ഇങ്ങനെ വറ്റി വറണ്ട്. ആ മുളക് പൊടി ഇടുമ്പോൾ കറക്റ്റായിട്ട് ആ കളറും കൂടി സെറ്റായിട്ട് വരും. പിരിയൻ മുളകിൻ്റെ പൊടി 1/2 ടീസ്പൂൺ അവസാനം. ഇത് ഞാൻ ഇട്ടല്ലോ, ഇട്ടത് നിങ്ങൾ കണ്ടല്ലോ. ഇത് 1/2 കിലോ ബീഫിലാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് വേണമെങ്കിൽ മട്ടണിലും ഇതുപോലെ തന്നെ ചെയ്യാം, ചിക്കനിലും ചെയ്യാം. ഇതുപോലെ വേഗിൻ്റെ കാര്യത്തിലേ ഉള്ളൂ വ്യത്യാസം. ചിക്കനൊക്കെ ആകുമ്പോൾ അത്ര വേഗില്ലല്ലോ. മട്ടണും ബീഫിൻ്റെ അത്രയും വേഗുണ്ടാവില്ല. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ റോസ്റ്റ് റെഡി. സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് റെഡി. ഓഫ് ചെയ്യുന്നു. ഇനി ഒരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റും. ഇത് ആക്ച്വലി ഉടനെ വിളമ്പേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ചട്ടിയിൽ തന്നെ വെക്കുകയാണെങ്കിൽ, ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൽ തന്നെ വെച്ചാൽ മതി. ആ ചൂടിൽ കിടന്നിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു ചട്ടിയിലാണെങ്കിലും അങ്ങനെ ഇട്ടിരുന്നാൽ മതി. അപ്പോൾ ആ ചട്ടിയുടെ ചൂടിൽ കിടന്ന് അത് വീണ്ടും ഒന്ന് ഇങ്ങനെ റോസ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, പ്ലേറ്റിലേക്ക് മാറ്റാം. ആവി പറക്കുന്ന സ്വാദിഷ്ടമായ ബീഫ് റോസ്റ്റ് റെഡി. ഇതിൽ ഗരം മസാലയുടെ ഒന്നും മണമോ ടേസ്റ്റോ കിട്ടില്ല. പക്ഷേ ഇതൊരു പ്രത്യേക സ്വാദാണ്. ശരിക്കും ആ മീറ്റിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ മസാല കൊണ്ടുപോകും അതിൻ്റെ ഫ്ലേവർ കംപ്ലീറ്റ്. ആഹാ, അടിപൊളി. ഇത് നല്ല ചൂട് പൊറാട്ടാസ്, ചപ്പാത്തി, അപ്പം മുതലായ കാര്യങ്ങൾക്ക് ബെസ്റ്റാണ്. പിന്നെ ചോറിൻ്റെ കൂടെയും ഒട്ടും പിറകിലായിരിക്കില്ല, അതും ഗംഭീരമായിരിക്കും. ഒരുപാട് സൈഡ് ഡിഷസ് ഒന്നും വേണ്ടി വരില്ല. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. ഇനി ഒരു ഭംഗിക്കൊരു അല്പം ഫ്രഷ് കറി ലീഫ് വെച്ച് കൊടുക്കാം. അങ്ങനെ നല്ല സ്പൈസി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് എളുപ്പത്തിൽ തന്നെ ഉണ്ട്. ഇതിന് വലിയ പ്രോസസ്സൊന്നുമില്ല. കുക്കർ ജോലി ചെയ്തോളും. നമ്മൾ ജസ്റ്റ് ആദ്യത്തെ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. പിന്നെ വെന്ത് കഴിഞ്ഞിട്ടൊന്ന് വറ്റിച്ച് ഒന്ന് റോസ്റ്റ് പാകത്തിലാക്കി എടുക്കുക, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയതാണ്.
ഉണ്ടാക്കി നോക്കുക. ബീഫ് അല്ലെങ്കിൽ മട്ടണിൽ എന്താണെങ്കിലും നല്ലതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കഴിക്കാനും കിട്ടും. ഉള്ളിയൊക്കെ വെന്ത് അതിനോടൊപ്പം നല്ലതായിട്ടൊരു പാകത്തിന് ചേർന്ന് കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം കൂടി ചേർന്ന് ആ പ്യുവർ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം, അടിപൊളിയായിരിക്കും. ഇത് ഒറട്ടിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും ഒക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ ഈ നോമ്പ് കാലത്ത് തന്നെ രാത്രി മെയിൻ ഡിന്നർ കഴിക്കുന്ന സമയത്ത് സൈഡായിട്ട് വയ്ക്കാം. പക്ഷെ അന്നേരം ഇച്ചിരി സ്പൈസ് കുറച്ച് ചെയ്യുക. കാര്യം നമ്മളിങ്ങനെ ഡയറ്റ് ചെയ്യുന്നൊരു സമയം, ഇങ്ങനെ എന്താ പറയുക, നോമ്പ് സമയം എന്ന് പറയുമ്പോൾ കുറച്ച് വ്യത്യാസമാണ്. വയറിന് ഓവർ സ്പൈസി ഫുഡൊന്നും കൊടുക്കണ്ട, അന്നേരം എരിവ് കുറച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ ഈ സെക്കൻഡ് റെസിപ്പി ഒരു പാനീയമാണ്. പാനീയം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പിച്ച് കുടിക്കാൻ പറ്റുന്ന കാര്യം, ഒരു ഷേക്ക് പോലെ എന്ന് പറയാം. പക്ഷേ ഇത് കണ്ണൂർ ഭാഗത്തൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോക്ടെയിലാണ്. കണ്ണൂർ കോക്ടെയിൽ എന്നാണ് പറയുക. പക്ഷേ അതിൻ്റെ എക്സാക്റ്റ് രൂപമാണോ എന്ന് ചോദിച്ചാൽ എനിക്കത് പറയാൻ പറ്റില്ല. നമുക്ക് ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതനുസരിച്ചിട്ട് ചെയ്യും. പക്ഷേ അതിലെ പ്രധാനപ്പെട്ട 2-3 ചേരുവകൾ ഇതിനകത്ത് ചേർന്ന് വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ പപ്പായ, അതുപോലെ ക്യാരറ്റ് ഒരു 2 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇതിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ട് മാറും. പപ്പായ ചിലർ കൂടുതൽ ചേർത്തിട്ട് ക്യാരറ്റ് കുറയ്ക്കും, ക്യാരറ്റ് വേണമെങ്കിൽ കൂടുതൽ ചേർത്തിട്ട് പപ്പായ കുറയ്ക്കും. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യാം. എന്തായാലും പപ്പായ, ക്യാരറ്റ് വേവിച്ച ക്യാരറ്റാണ്. ഇത് 2 ക്യാരറ്റ് വേവിച്ചതാണ്. അതുപോലെ പപ്പായയുടെ ഒരു ഏകദേശം ഒരു 2 കപ്പ് ഉണ്ടെന്ന് പറയാം, നല്ല പഴുത്ത പപ്പായ. പിന്നെ അണ്ടിപ്പരിപ്പ് ഒരു 25 ഗ്രാം ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടിയൊക്കെ ചേർത്തടി. പിന്നെ 2 ഡേറ്റ്സ്, 2 എന്ന് പറയുമ്പോൾ വലുതാണെങ്കിൽ, ചെറുതാണെങ്കിൽ 3 എണ്ണം. ഞാനിപ്പോൾ ഒരു 3 ഡേറ്റ്സ് എടുത്ത് അതിൻ്റെ സീഡൊക്കെ മാറ്റിയിട്ട് വെച്ചിരിക്കുന്നു. ഇതാണ് പ്രധാനം. പിന്നെ 1/2 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഫ്രോസൺ മിൽക്ക്, അതിനെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഐസ് പാൽ. കണ്ണൂർ കോക്ടെയിൽ ചേരുവകൾ: നന്നായി പഴുത്ത പപ്പായ ചതുര കഷ്ണങ്ങളായി മുറിച്ചത് 1 കപ്പ്, ക്യാരറ്റ്സ് ചതുര കഷ്ണങ്ങളായി മുറിച്ച് വേവിച്ചെടുത്തത് 3 കപ്പ്, പഞ്ചസാര 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ആകാം, ഈന്തപ്പഴം അതിൻ്റെ അകത്തെ കുരുവെല്ലാം മാറ്റിയത് ഒരു 3 എണ്ണം. ഇത് ഓപ്ഷണലാണ്. ഫ്രോസൺ പാല് 1/2 ലിറ്റർ ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുത്തതാണ്, കഷ്ണങ്ങളാക്കി മുറിച്ചത്. അണ്ടിപ്പരിപ്പ് 25 ഗ്രാം കുതിർത്തെടുത്തത്. കോൺഫ്ലേക്സ് 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ആവശ്യാനുസരണം. അലങ്കാരത്തിന് ആവശ്യമുള്ള അണ്ടിപ്പരിപ്പ് 1/4 കപ്പ്, കിസ്മിസ് 1/4 കപ്പ്. ഇനി തുടങ്ങാം. ബൗളിലേക്ക് ഇത് വേവിച്ച ക്യാരറ്റ്, പിന്നെ പഞ്ചസാര ചേർക്കാം, ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. മധുരം വേണമെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താം. പിന്നെ കുറച്ച് പപ്പായ, 1 കപ്പോളം പപ്പായ. ഇനി അണ്ടിപ്പരിപ്പ് കുതിർത്തത്, ഡേറ്റ്സ് നമ്മുടെ ഈന്തപ്പഴം. പല കാര്യങ്ങളും ഓപ്ഷണലാണ്, നമുക്ക് വേണം വേണ്ട. പക്ഷേ 2 കാര്യങ്ങളും മസ്റ്റാണ്. അതായത് പപ്പായയും വേണം, ക്യാരറ്റും വേണം. അത് കണ്ണൂർ കോക്ടെയിലിൽ ആ 2 കാര്യങ്ങൾ എന്തായാലും വേണം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാൽ പീസസ് ആക്കി വെച്ച് പാലിപ്പോൾ എല്ലാവരും കൂടി ഒട്ടിയിരിക്കുന്നു പരസ്പരം. ഓക്കെ, ആദ്യത്തെ ഒരു ബ്ലെൻഡിങ്. ഏതാണ്ട് നല്ല ഒരു കൊഴുത്ത് നല്ല കുറുകിയിരിക്കുന്ന രീതിയിലേക്ക് ആയിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ്ക്രീമും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ ഈ പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ പപ്പായ കുറച്ചും ക്യാരറ്റ് കൂടുതലാണ് ചേർക്കുന്നത് സാധാരണഗതിയിൽ കണ്ണൂർ കോക്ടെയിലിൽ. അതായത് ഒരു 1/3, നമ്മളിപ്പോൾ എത്ര എടുക്കുന്നോ ക്യാരറ്റ് നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ 1/3 ഭാഗം മതി പപ്പായ. പപ്പായയുടെ ടേസ്റ്റ് കയറി നിൽക്കരുതെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ചോയ്സ് ആണല്ലോ, നമുക്ക് പപ്പായ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അത് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ ഒരു ഒത്തൻറ്റിക് ടിപ്പിക്കൽ കണ്ണൂർ കോക്ടെയിലിൽ ക്യാരറ്റ് വേവിച്ചത് കൂടുതലും പപ്പായ കുറച്ചുമാണ് ചേർക്കുന്നത്. ഐസ്ക്രീം ചേർക്കും, അതും നമ്മുടെ ഇഷ്ടത്തിന് കൂടുതൽ വേണമെങ്കിൽ ചേർക്കും. എല്ലാം കൂടി ചേർത്ത് നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിനകത്ത് കുറച്ച് ഡേറ്റ്സും കൂടി കുറച്ച് ചേർത്തുള്ളൂ, പക്ഷേ അതിനൊരു ചെറിയ ഡിഫറൻസ് ഉണ്ടാക്കും. എല്ലാം കൂടി ഒരു ചെറിയ ചെറിയ മാറ്റങ്ങൾ. ഇനി ഇതിനകത്തേക്ക്
അത് ഇടയ്ക്കിടയ്ക്ക് കടിക്കാനായിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടണം. അതിനായിട്ട് സാധാരണഗതിയിൽ ഇതിനകത്തോട്ട് കുറച്ച് കോൺഫ്ലേക്സ്, ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം ചേർക്കും. പിന്നെ അതുപോലെ കുറച്ച് റേസിൻസോ കിസ്മിസോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു കാര്യം കുറച്ച് ചേർക്കാം. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കാം. ഇതൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ കടിക്കാനായിട്ട് കിട്ടും. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കണ്ണൂർ കോക്ടെയിൽ ഈസ് ഗെറ്റിംഗ് റെഡി. ഗ്ലാസ്സിലേക്ക് മാറ്റാം. നല്ല തിക്കായിട്ടുള്ള ഷേക്കായിട്ടാണ് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് അലങ്കാരം കോൺഫ്ലേക്സ്, കുറച്ച് നട്ട്സ്, സിംബോളിക് റെപ്രസെൻറ്റേഷനാണ്. റൈസിൻസും കൂടെ വേണമെങ്കിലും വയ്ക്കാം. അങ്ങനെ നമ്മുടെ കണ്ണൂർ കോക്ടെയിൽ റെഡി ആയി കഴിഞ്ഞു. ഒത്തൻറ്റിക് അത്ര അതുപോലെ എക്സാക്റ്റ് ആണെന്ന് വെച്ചാൽ അങ്ങനെയല്ല, കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ അത് ടേസ്റ്റി ആയിരിക്കും. ഓൾമോസ്റ്റ് ആസ് ഗുഡ് ആസ് ഒരു 80% കണ്ണൂർ കോക്ടെയിൽ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും പരീക്ഷിക്കുക, വീട്ടിൽ പരീക്ഷിക്കാൻ പറ്റിയ കാര്യമാണ്. ഈ ഒരു ചൂട് സമയത്തേക്ക് പറ്റിയതാണ്, നോമ്പ് കാലത്തേക്ക് പറ്റിയതാണ്. എങ്ങനെ നോക്കിയാലും ഹെൽത്തിയാണ്. കണ്ണൂർ നിവാസികൾക്കൊക്കെ വളരെ സുപരിചിതമായിരിക്കുമല്ലോ കണ്ണൂർ കോക്ടെയിൽ. അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കടയുണ്ട്. അതുപോലെ ഇപ്പോൾ അതുപോലെ തന്നെ അനുകരിച്ച് കൊണ്ടുവരുന്ന വേറെയും കടകളുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന കടകളുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ മാറ്റത്തോടു കൂടി ചെയ്യാം. പിന്നെ ഇവിടുന്ന് ഏത് സ്ഥലത്തു നിന്നാണെങ്കിലും കണ്ണൂർ പോയി കഴിഞ്ഞാൽ ആദ്യമായിട്ട് എല്ലാവരും തേടി നടന്ന് കഴിക്കുന്ന കാര്യമാണ് കണ്ണൂർ കോക്ടെയിൽ. അപ്പോൾ എന്തായാലും നമ്മുടെ പറ്റുന്ന രീതിയിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി കഴിക്കാം. അപ്പോൾ അത് ഇഷ്ടമാവും. അപ്പോൾ ഈ വിഭവം ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കും. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചതൊരു ബീഫ് ഐറ്റമാണ്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ടേസ്റ്റി യമ്മി ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റ്. അത് ഏതിറച്ചിയിലും വേണമെങ്കിലും ചെയ്യാം, മട്ടണിലും ചെയ്യാം, ചിക്കനിലും ചെയ്യാം. അപ്പോൾ അത് മസാലയൊന്നും അധികം ഇല്ലാതെ, പക്ഷേ നല്ല സ്പൈസിയാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരിവ് കൂട്ടണ്ട കേട്ടോ, കുറച്ചാൽ ആവശ്യത്തിന് കുറച്ച് ചെയ്യാം. രണ്ടാമത്തേതാണെങ്കിൽ നമ്മുടെ കണ്ണൂർ കോക്ടെയിൽ. അപ്പോൾ ഈ 2 വിഭവങ്ങളും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.